നാടിനും ആ നാട്ടിലെ പൊതുജനങ്ങൾക്കും ഭീഷണിയായി പ്രവർത്തിക്കുന്ന ഒരു പാറക്കോറിയെക്കുറിച്ചുള്ള റിപ്പോർട്ടിലേക്കാണ് പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി ആദ്യം കടക്കുന്നത്. കൊല്ലം ജില്ലയിലെ പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലാണ് ഇത്തരമൊരു ക്വാറിയുടെ പ്രവർത്തനം. വാട്ടർ അതോറിറ്റിയുടെ 30 വർഷം പഴക്കമുള്ള പടുകൂറ്റൻ ജലസംഭരണിക്കരികിലാണ് രാപകൽ ഭേദമില്ലാതെ നിർബാധം പാറ പൊട്ടിക്കുന്നത്. ചോദ്യം ചെയ്യുന്നവരെ കയ്യൂക്കും കാശുമെറിഞ്ഞ് ക്വാറിയുടെ ഉടമകൾ വരുതിയിലാക്കുന്നതായാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്ന ജലസംഭരണിയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. 30 വർഷത്തെ പഴക്കമുള്ള ഈ ജലസംഭരണിക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ ഒരു ക്വാറി ഇതിന് സമീപത്തായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ജലസംഭരണിയുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് പലതവണ ആശങ്കയറിയിച്ചുള്ള കത്ത് അധികാരികൾക്ക് വാട്ടർ അതോറിറ്റി അധികൃതർ നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ടൂ വീലർ പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. റോഡെല്ലാം നശിച്ചു കിടക്കുകയാണ്. ഒരു ക്വാറി നടത്താൻ വേണ്ടിയിട്ടുള്ള സർവ്വ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ ക്വാറി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ജനുവരി 13-ന് കേരള വാട്ടർ അതോറിറ്റി പത്തനാപുരം സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ കത്തിന്റെ പകർപ്പാണിത്. ചെളിക്കുഴി 3-ാം വാർഡിലുള്ള കേരള വാട്ടർ അതോറിറ്റിയുടെ 7.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള പടുകൂറ്റൻ ജലസംഭരണിക്ക് സമീപത്തായി ഒരു പാറക്വാറി ആരംഭിക്കാൻ പോകുന്നതായും 30-ലധികം വർഷം പഴക്കമുള്ള ടാങ്കിന്റെ സുരക്ഷയ്ക്ക് ഈ ക്വാറി ഭീഷണിയാകുമെന്നും ആശങ്ക പ്രകടിപ്പിച്ചുള്ള കത്ത്. വിശദമായ പഠനത്തിന് ശേഷം മാത്രമേ ഈ ക്വാറിക്ക് അനുമതി നൽകാവൂ എന്ന കത്തിൽ പ്രത്യേകം പറയുന്നു. ജലസംഭരണി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിൽ, ക്വാറി പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം പഞ്ചായത്തിലും. വാട്ടർ ടാങ്കും ക്വാറിയും തമ്മിൽ മീറ്ററുകൾ മാത്രം അകലമെങ്കിലും ക്വാറി മറ്റൊരു പഞ്ചായത്തിലാണെന്ന കാരണം പറഞ്ഞ പട്ടാഴി വടക്കേക്കര പഞ്ചായത്ത് കൈമലർത്തി. ഇതോടെ ഇതേ അസിസ്റ്റന്റ് എഞ്ചിനീയർ ക്വാറി സ്ഥിതി ചെയ്യുന്ന ഏഴംകുളം പഞ്ചായത്തിലെ സെക്രട്ടറിക്ക് നടപടി ആവശ്യപ്പെട്ട് കത്തു നൽകി. എന്നാൽ ലൈസൻസ് നൽകിപ്പോയെന്നും പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് ആലോചിക്കാമെന്നുമായിരുന്നു പരാതിക്കാരോട് ഏഴംകുളം പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒഴുക്കൻ മറുപടി. ഇതോടെ നാട്ടിലെ ചിലർ ജിയോളജി അധികൃതരെ സമീപിച്ചു. നടപടിക്കു പകരം പരാതിക്കാരെയും ക്വാറി ഉടമകളെയും വിളിച്ചിരുത്തി ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായിരുന്നു ജിയോളജി ഉദ്യോഗസ്ഥർക്ക് താൽപ്പര്യം. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് ക്വാറിയുടെ പ്രവർത്തനം നടക്കുന്നത്. രാത്രിയിൽ 2 മണി മുതൽ മണ്ണും ആണ് ഇവിടുന്ന് ലോഡ് ചെയ്ത് പോകുന്നത്. ലോഡ് കണക്കിന് മണ്ണുകളാണ് 16 വീല് വലിയ വണ്ടികൾക്ക് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ ആയാലും ഏറ്റവും കൂടുതൽ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു വാട്ടർ ടാങ്കാണിത്. അധികാരികൾ ഇത്തരം കാര്യങ്ങൾ യാതൊരുവിധ കണ്ണു തുറക്കാത്തൊരു നിലപാടാണ്. കാശുകൊണ്ട് എന്തും വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ നാട് പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഏഴംകുളം പഞ്ചായത്തിന് ഈ പാറമട നിർത്തിവെക്കണം, അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പത്തനാപുരത്ത് രേഖാമൂലം കത്ത് കൊടുത്തിട്ട് പോലും ഇത് തുടർന്ന് പ്രവർത്തിക്കുന്നതാണ് കാണുന്നത്. പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങിയ വാട്ടർ ടാങ്ക് പുട്ടി തേച്ച് പെയിന്റ് അടിച്ച് അറ്റകുറ്റപ്പണി നടത്തി ക്വാറിയിൽ നിന്ന് സംരക്ഷണമൊരുക്കുന്ന വിചിത്രമായ കാഴ്ച. പരാതിപ്പെടുന്നവരെയും പ്രതിഷേധിക്കുന്നവരെയും പോലീസിനെ ഉപയോഗിച്ച് കള്ളക്കേസെടുത്തും കയ്യൂക്കിന്റെ ബലത്തിൽ കീഴ്പ്പെടുത്തിയും ക്വാറി ഉടമകളുടെ നേതൃത്വത്തിൽ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു കാഴ്ച. രാപ്പകൽ ഭേദമില്ലാതെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പാറക്കഷ്ണങ്ങൾ നിറച്ച ലോഡുമായി ടിപ്പറുകൾ ചീറിപ്പായുന്ന കാഴ്ച. പലപ്പോഴും ആ വണ്ടിയിൽ നിന്ന് പാറ തെറിച്ച് വീഴുകയും, ഇതിന് താഴെ ഒരു സ്കൂളാണ്, ഇതുവഴി പല സ്കൂൾ വണ്ടികളും പോകുന്നത്. സ്കൂൾ ടൈമിന് പോലും ഇവർ വണ്ടികൾ ഒതുക്കാറില്ല. ഞങ്ങൾ പലപ്പോഴും നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാവരും പോയി പറയുന്ന സമയത്തൊന്നും ഇവർ യാതൊരു വക കാര്യങ്ങളൊന്നും ഒത്തുതീർപ്പാക്കുകയും ഒന്നും ചെയ്തില്ല. നാട്ടുകാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കേണ്ട പോലീസും ക്വാറിക്കു കാവൽക്കാരായി പ്രവർത്തിക്കുന്നു എന്നാണ് ആക്ഷേപം. ഭരണപക്ഷത്തെ ഉന്നത നേതാക്കളിൽ ക്വാറി ഉടമകൾക്കുള്ള സ്വാധീനമാണ് ഗുണ്ടായിസത്തിന് പോലും മുതിരാൻ ക്വാറി ഉടമകൾക്ക് പ്രേരണ. ഭരണപക്ഷത്തെ ഉന്നത നേതാക്കളിൽ ഇവർക്കുള്ള സ്വാധീനമത്രേ. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി നിയമപരമായി മുന്നോട്ടു പോകാനും ക്വാറിക്കെതിരെ നടപടിയുണ്ടാകും വരെ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കാനുമാണ് പ്രദേശവാസികളുടെ തീരുമാനം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന
സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ ഇവർ തിരിച്ചറിയുന്നില്ല. ഇതിനകത്ത് എന്താണ് ഇവർ ഈ തരത്തിലേക്ക് ഉള്ള നടപടികൾ, ഈ ഒരു പ്രവണതയിലേക്ക് പോകുന്നത് എന്നുള്ളത് ഒരു ചോദ്യത്തിന് ചിഹ്നമാണ്. പരിസ്ഥിതി ലോലമായ ഇത്തരമൊരു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഈ ക്വാറിക്ക് കടിഞ്ഞാണിടാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ മറ്റൊരു കവളപ്പാറയോ പെട്ടിമുടിയോ ചൂരൽമലയോ ഒക്കെ ഇവിടെയും ആവർത്തിക്കാൻ അധികകാലം വേണ്ടിവരില്ല. ചില ഉത്തരവുകളുടെ മറപിടിച്ച് ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ക്വാറി ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭീഷണി തന്നെയാണ് ഉയർത്തുന്നതെന്ന് ഇന്നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ.